അത്ഭുതം പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ ഒരു അനുഭവം നബി തങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉസാമ അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് നാവുകൊണ്ട് പറഞ്ഞതിന്റെ ശേഷം നിങ്ങൾ അയാളെ കൊന്നോ ഉസാമ? നബിയേ, അയാളെ ഞങ്ങളെ ഇങ്ങോട്ട് കൊല്ലാൻ വന്ന ആൾ ഞങ്ങളെ ശക്തി സംഭരിച്ച് അങ്ങോട്ട് നേരിട്ടപ്പോ അയാൾ ഉറപ്പിച്ചു തോൽക്കുമെന്ന് അങ്ങനെ പറഞ്ഞതാണ്. ഉസാമ അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ശേഷം ഉസാമ നിങ്ങൾ അയാളെ കൊന്നോ? നബിയേ, മനസ്സിലുണ്ടായി പറഞ്ഞതായിരുന്നില്ല, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഉസാമ അവലാ സഖഖത ഖൽബഹു, ആ മനുഷ്യന്റെ ഖൽബ് നിങ്ങൾ കീറി നോക്കിയിരുന്നോ? ഉസാമ, ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ നിങ്ങൾ ഖൽബ് കീറി നോക്കിയോ? ഇല്ല നബിയേ, അത് നമുക്കറിയില്ല. എങ്കിൽ ഉസാമ ഖൽബിൽ ഈമാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ അടുത്ത് മുഅ്മിനാണ്. നാവ് കൊണ്ട് വെറുതെ കലിമ ചൊല്ലിയാൽ ദുനിയാവിൽ ഇസ്ലാമിന്റെ ഗവൺമെന്റിന്റെ മുമ്പിൽ അയാൾ മുസ്ലിമാണ്. അത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഉസാമ എന്ന് എപ്പോഴും കാണുമ്പോൾ ശാസിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രക്കെന്ന് ആലോചിച്ചാൽ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായിരുന്നു ഞാൻ മുസ്ലിമായിരുന്നത് എങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആശിക്കുമാർ നിബിധങ്ങൾ കാണുമ്പോഴൊക്കെ ചോദിക്കും, ഉസാമ, മോശമായി ഉസാമ, കലിമ ചൊല്ലിയ മനുഷ്യനെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? നമ്മളാണെങ്കിലും പറയാൻ അങ്ങനെ തന്നെയല്ലേ, വെറുതെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ചെയ്തു. തങ്ങളുടെ ചോദ്യം എന്താണെന്നറിയോ? ഖൽബ് നീ കീറി നോക്കിയോ? ഖൽബിന്റെ ഉള്ളിലുണ്ടോ ഇല്ലേ എന്നറിയാൻ അല്ലാഹുവിനല്ലേ അറിയുള്ളൂ. ഖൽബിന്റെ വിഷയം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിമിനെ കൊന്നോ എന്ന് ചോദ്യം. ഖൽബാണ് വിഷയം. ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം കിടക്കുന്നത്. അത്ഭുതകരമായ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ഉമിലത്തിൽ ഖസീഅതു ഫിൽ അർളി, ഭൂമിയിൽ ഒരു തിന്മ നടന്നു കഴിഞ്ഞാൽ, നന്നായി മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. നമ്മൾ കല്യാണത്തിന് ചൊല്ലുന്നു, അവിടെ നല്ല ഗാനമേളി മുട്ടുംപാട്ടൊക്കെയാണ്, വലിയ വലിയ പെൺകുട്ടികൾ സ്റ്റേജിന്മേൽ കടന്ന് പാടുകയാണ്, നമുക്ക് പാടില്ലാത്ത സംഗതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കല്യാണത്തിലേക്ക് ചെന്നു, ഒന്നും ചെയ്യാൻ വയ്യ, വിളിച്ചു വന്നതല്ലേ, അതിഥിയായി വന്നതല്ലേ, തിരിച്ചു നടന്നുപോയാൽ അത് പിണക്കാവും, വലിയ വിഷയാവും, അല്ലെങ്കിൽ കുടുംബ പ്രശ്നവും, എന്തൊക്കെയോ ആയേക്കാം. ഇദാ ഉമിലത്തിൽ ഖസീഅതു ഫിൽ അർളി, ഏതെങ്കിലും ഒരു തിന്മ അല്ലാഹുവിന്റെ ഭൂമിയിൽ നടന്നു കഴിഞ്ഞാൽ, കാന കമൻ ശഹിദഹാ ഫകരിഹഹാ കമൻ ഗാബ അൻഹാ, കാന മൻ ശഹിദഹാ ഫകരിഹഹാ കമൻ ഗാബ അൻഹാ. ഏതെങ്കിലും ഒരാൾ ആ തിന്മയ്ക്ക് സാക്ഷിയാവുകയും മനസ്സുകൊണ്ട് വെറുക്കുകയും ചെയ്താൽ ആ പരിപാടിയിലേക്ക് വരാത്തവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെന്നു, മനസ്സുകൊണ്ട് വെറുപ്പാണ്, നിങ്ങൾക്കത് ഇഷ്ടമല്ല, മനസ്സുകൊണ്ട് നിങ്ങൾ വെറുത്തിട്ടുണ്ടെങ്കിൽ ആ സംഗതിക്ക് വരാത്തവനെ പോലെയാണ് നിങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു അടയാളമാണത്, നല്ല ലക്ഷണമാണ്. ومن غاب عنها فرضيها كان كمن شهدها, എന്നാൽ ആ തിന്മക്ക് അവിടെ സാക്ഷി അല്ലാതിരുന്ന ഒരാൾ ആ സമയത്ത് ആബ്സെന്റ് ആണ്, ഓൻ ദുബൈയിലാണ്. അങ്ങനെ പറയപ്പെടച്ചോനെ, ആ ഗാനമേളക്ക് ആറങ്ങാടിയിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാമത്തെ സഫർ ടിക്കറ്റ് ഞാൻ എടുക്കുമായിരുന്നു. വന്നിട്ടുണ്ടോ? ഇല്ല. ഈ വന്നവനെ പോലെ അതേപോലെ കുറ്റക്കാരനാണ് ഈ പറഞ്ഞ മനുഷ്യനെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സുകൊണ്ടോ ചിന്തിച്ചോ, മനസ്സുകൊണ്ടവൻ ആഗ്രഹിച്ചോ, എന്നാൽ അതിന് സാക്ഷിയായവനെ പോലെ. മനസ്സുകൊണ്ട് നിങ്ങൾ വെറുത്തോ, എന്നാൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാക്കാണ് അല്ലാഹു നോക്കിയത്? നിങ്ങളുടെ ഖൽബിലേക്കാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്മ ചെയ്യുന്നത് പോലും മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു തിന്മ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്നുപോയി പെട്ടു, പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ വെറുത്താൽ നിങ്ങൾ അത് തിന്മ ചെയ്യാത്ത പോലെയാണ്. നിങ്ങൾ അവിടെ പോയിട്ടില്ല, പോകണമെന്ന് കൊതിച്ചു, നിങ്ങൾ അവിടെ പോയവനെ പോലെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു നോക്കുന്നത് ഖൽബിലേക്കാണ്. ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം കിടക്കുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് ഏറ്റവും കരുണയുണ്ടായിരുന്ന നബി തങ്ങൾ പറയുമായിരുന്നു, വസിനൽ ഖൽബി അത്തമന്നി, ഹൃദയം കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമുണ്ട്, അത് മനസ്സുകൊണ്ട് ചിന്തിക്കലാണ്, ആഗ്രഹിക്കലാണ്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഖൽബ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. ഇതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം യഹ്വീ മുഖൂഅ മാ തുഹിബ്ബുഹു അൻ-നഫ്സു മിനശ് ശഹ്വാ, മനസ്സിലേക്ക് വ്യഭിചാരം ചെയ്യണമെന്ന ആഗ്രഹം വരുമ്പോ ആ ഒരു ആഗ്രഹം മനസ്സുകൊണ്ട് കൊതിക്കുന്നത്, എനിക്കും ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നത് ഖൽബ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു വെക്കുന്നത് പോലും ഖൽബ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബു, ഖൽബ് കൊണ്ടാണ് ആദ്യം വ്യഭിചരിക്കുന്നത്, പിന്നെയാണ് ശരീരം കൊണ്ടുള്ള വ്യഭിചാരം. അപ്പൊ തന്നെ വ്യഭിചാരത്തിന്റെ ശിക്ഷയായി അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിയാതെ ചെറുപ്പക്കാരങ്ങനെ പറഞ്ഞു പോലേ, ആ ഒരു പെണ്ണ് അവളെ കൂട്ടുകാരിയായി കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് കറങ്ങാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് വ്യഭിചാരമാണ്. ചിന്തിക്കുന്നത് വ്യഭിചാരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൽബാണ് വിഷയം. ഖൽബ് ഭയങ്കര സംഭവമാണ്. ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. നീ അങ്ങനെ ആഗ്രഹിച്ചോ മതി, അത് നീ ചെയ്ത തെറ്റാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 225-ാമത്തെ ആയത്തിന്റെ ഭാഗം വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും, നിങ്ങളുടെ ഖൽബ് കൊണ്ട് എന്താണോ നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്നത് അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞു, ഖൽബിലേക്ക് വന്നു വരുന്ന ചിന്തകൾക്ക് പ്രശ്നമില്ല, അറിയാതെ കയറിക്കൂടാൻ. പക്ഷെ ഖൽബ് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് താലോലിച്ച് ആഗ്രഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾക്ക് നാളെ അല്ലാഹുവിന്റെ ശിക്ഷയുണ്ട്. അത് മനസ്സിലാക്കി തരാൻ ഒരു ഹദീസ് ഇതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖാതിലു ഇദൽ സഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ فقتل أحدهما صاحبه فالقاتل والمقتول في النار. മുസ്ലിമീങ്ങളായ രണ്ടുപേർ വാളെടുത്ത് പരസ്പരം യുദ്ധം ചെയ്യാൻ വരികയും ഒരാള് മറ്റൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്താൽ കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാണ്. എന്താ വിഷയം? രണ്ടുപേരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു, ഒരുത്തൻ മറ്റവനെ കൊന്നു, ഒരാൾ മരിച്ചു, മറ്റവൻ ഓടി. ഇവിടെ കൊല്ലപ്പെട്ട ആളും നരകത്തിലാണ്, കൊന്നവനും നരകത്തിലാണ്. സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഹാദൽ ഖാതിലു, ഈ കൊന്ന മനുഷ്യൻ നരകത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നബിയെ. ഫമാ ബാരുൽ മഖ്തൂൽ, ഈ കൊല്ലപ്പെട്ട ആൾ എങ്ങനെയാ നബിയെ നരകത്തിലേക്ക് പോകുന്നത്? സ്വാഭാവികമായി ന്യായമായ സംശയമല്ലേ? കൊന്ന ആൾ നരകത്തിലാണെന്ന് മനസ്സിലായി നബി, കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്നോ? ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബി, അയാൾ നരകത്തിലേക്ക് പോകാനുള്ള കാരണം തന്റെ കൂട്ടുകാരനെ കൊല്ലണമെന്ന് ഇവൻ തീരുമാനിച്ചിരുന്നുവല്ലോ. അതുകൊണ്ടല്ലേ രണ്ടാളും നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ വന്നത്. തക്കം കിട്ടിയാൽ മറ്റവനെ കൊല്ലണമെന്ന ആഗ്രഹം ഇവന്റെ ഖൽബിനുണ്ടായിരുന്നു. പക്ഷേ സംഗതിവശാൽ മറുപക്ഷത്തുള്ളവൻ ഇവനെ കൊല്ലുകയാണുണ്ടായത്. ഖൽബിന്റെ ഉള്ളിൽ തന്റെ പ്രതിയോഗിയെ കൊല്ലണമെന്ന ആഗ്രഹമുണ്ടായതുകൊണ്ട് അത് തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ വധിക്കാനാണ് ഇവൻ പുറപ്പെട്ടു വന്നത്. അതുകൊണ്ട് കൊലപാതകിയുടെ അതേ ശിക്ഷ കൊല്ലപ്പെട്ടവനും അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തേ? ഖൽബിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. ഖൽബിൽ അങ്ങനെ തീരുമാനമുണ്ടായിരുന്നല്ലോ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ എത്രയാണ്? വെറുതെ ആലോചിക്കാൻ. തക്കം കിട്ടിയ കള്ളു കുടിക്കുകയായിരുന്നു എന്നൊക്കെ ആലോചിച്ചാൽ കഴിഞ്ഞു. ഭയങ്കര വിഷയമാണ്. അല്ലാഹു പുറത്തു തരട്ടെ, അല്ലാഹു പുറത്തു തരട്ടെ. അതുകൊണ്ടാണ് സൗബാൻ റളിയല്ലാഹു അൻഹു, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നി ലഅരിഫു അഖ്വാമൻ മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിലെ ചില ആളുകളെ എനിക്ക് നാളെ ഖിയാമത്ത് നാളിൽ കണ്ടാൽ തിരിച്ചറിയും. യഅ്തൂന ബിഅഅമാലി കജിബാലി തിഹാമത ബൈളാ, തിഹാമ മലകളോളം വെളുത്ത ഒരുപാട് അമലുകളുമായി നാളെ പരലോകത്തേക്ക് വരുന്ന എന്റെ ഉമ്മത്തികൾപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. നബി തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം,
യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. ആ ഒരുപാട് നന്മകൾ മലകളോളം കീസിലല്ല കൊണ്ടുവന്നത്, ഗൾഫിൽ നിന്ന് വരുന്ന പെട്ടിയിലല്ല കൊണ്ടുവരുന്നത്. എത്രയാ അമല്? തിഹാമയിലെ മഹാപർവ്വതത്തോളം വരുന്ന അമലുമായി പരലോകത്തേക്ക് വന്ന ആളുകൾ അള്ളാഹു അത് പൊടിയാക്കി കളയും. അള്ളാഹു സ്വീകരിക്കൂല. സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ യാ റസൂലല്ലാഹ് ലിഅല്ലാ നകൂന മിൻഹും വലാ നഅലമു. നബിയെ, ഞങ്ങളറിയാതെ ഞങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോകുമോ എന്ന് പേടിക്കുന്നു നബിയെ. അവരാരാണെന്ന് ഒന്ന് തിരുത്തി പറഞ്ഞു തരുമോ ഹബീബേ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു. നബി തങ്ങളുടെ മറുപടി എന്താണ്? യാ സൗബാൻ, സൗബാൻ എന്നവരെ, ഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ ഗ്രൂപ്പുകാർ തന്നെയാണ്, മുസ്ലിമീങ്ങളാണവർ. അവർ കലിമ ചൊല്ലിയവരാണ്. യഖുദൂന മിനൽ ലൈലി കമാ യഖുദൂൻ, യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. രാത്രി നേരത്തെ തഹജ്ജുദ് നിസ്കാരം പോലും നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തിരുന്നവരാണവർ. ഒരുപാട് നിസ്കാരവും നോമ്പുമുള്ളവരാണ്, ഒരുപാട് ഖിറാഅത്തും ദിക്റുമുള്ളവരാണ്. പക്ഷേ വലാകിന്നഹും ഖൗമുൻ, അവരൊരു വിഭാഗമാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, ആരാരും അറിയാതെ ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, അല്ലാഹു ഹറാമാക്കിയത് ആരാരും അറിയാതെ ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ, മനസ്സിന്റെ ഉള്ളിൽ അവരുടെ ചിന്ത ആ ഒരു തെറ്റ് ഞാൻ ചെയ്യുമെന്നാണ്. വ്യഭിചരിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് അവൻ വ്യഭിചരിച്ചിട്ടില്ല, ഓനാരും വിളിച്ചിട്ടില്ല വ്യഭിചാരത്തിൽ. ഒരാൾ വിളിച്ചാൽ അവൻ പോകുമെന്നാണ് ആഗ്രഹം. ആരാരും അറിയാതെ നമ്മുടെ നാടിന്റെ പരിധി വിട്ട് ഒന്ന് വിമാനം കയറി ഗൾഫിലോ മറ്റോ എത്തിപ്പെട്ട് ഏതെങ്കിലും ഒരു വേശ്യാലയത്തിൽ ചെന്ന് വേശ്യാവൃത്തി ചെയ്യാനും എന്നെ മടിയില്ല. എന്റെ കാരണം എന്റെ നാട്ടുകാർ ആറങ്ങാടിക്കാർ അറിയുന്നില്ലല്ലോ എന്നാണ് അവന് വിചാരിച്ചത്. ബോംബെയിലേക്ക് ചെന്ന് മഹാനഗരത്തിൽ എവിടെയെങ്കിലും ചെന്ന് കള്ളു കുടിച്ച് കടന്നാൽ ആരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നാൽ കള്ളു കുടിക്കുന്നവർ എന്ത് ബോംബെ മംഗലാപുരത്ത് ചെല്ലുമ്പോഴേക്കും നമ്മുടെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരായ കുട്ടികൾ വ്യഭിചാരവും മദ്യപാനവും ശീലമാക്കി തുടങ്ങുന്നില്ലേ? പർദ്ദ ധരിച്ചു പോകുന്ന നമ്മുടെ പെൺകുട്ടികൾ എറണാകുളത്ത് അവിടുത്തെ കോളേജുകളിൽ പോയി MBAയും BBAയും പഠിക്കാൻ വേണ്ടി പോകുന്ന, എഞ്ചിനീയറിംഗിനും മെഡിസിനും പഠിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ മക്കൾ ഇവിടത്തെ ട്രെയിനുകളിൽ പർദ്ദ ധരിച്ചു പോകുന്ന 18ഉം 20ഉം വയസ്സുള്ള പെൺകുട്ടികൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പർദ്ദ ഊരിവെച്ച് ജീൻസ് പാന്റും ടീഷർട്ടും ഇട്ട് തല മാത്രം ഒന്ന് മാടി അവിടെ ഒന്ന് തലമറച്ചു വെച്ച് കണ്ടവന്റെ ബൈക്കിന്റെ പിന്നിലൂടെ കൊച്ചിയിലെയും എറണാകുളത്തെയും കഫകളിലൂടെ നടക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വാഹനം കയറി പോകുന്ന പെൺകുട്ടികളുണ്ട്. അവരാ പർദ്ദ രണ്ടാമതിടുന്നത് തിരിച്ച് കാഞ്ഞങ്ങാട്ടേക്കോ കാസർഗോട്ടേക്കോ വാഹനം കയറുമ്പോഴാണ്. അതുവരെ പർദ്ദയില്ല. ഇവിടുന്ന് പോകുമ്പോ ഉമ്മയുടെ മുമ്പിൽ, വാപ്പയുടെ മുമ്പിൽ, ആങ്ങളുടെ മുമ്പിൽ നല്ല അച്ചടക്കത്തിൽ മുഖം മറച്ച് ശരീരം മറച്ച് നല്ല നിലക്ക് പോയ പെൺകുട്ടികൾ നാടിന്റെ ബോർഡറുകൾ തീരുമ്പോഴേക്കും അള്ളാഹുവിന്റെ നിയമത്തെ പിച്ചു ചീന്തി കളയുന്നുണ്ട്. അവർ നിങ്ങളുടെ ആളുകളാണ്, നിങ്ങളിൽപ്പെട്ടവരാണ്, നിസ്കരിക്കുന്നവരാണവർ, നോമ്പുള്ളവരാണ്. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, തിന്മ ചെയ്യാൻ ഒരവസരം ഒത്തുകിട്ടിയാൽ അവരാ തിന്മ ചെയ്തിരിക്കും. അത്തരക്കാരുടെ അമലുകൾ നാളെ അള്ളാഹു പൊടിയാക്കി കളയുമെന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ഖൽബിന്റെ ഉള്ളിലുള്ള ചിന്ത അതാണ്. ഇവിടുന്ന് തക്കം കിട്ടി പാപ്പയും ഉമ്മയും കുട്ടികളൊന്നും അറിയില്ലെങ്കിൽ ഞാൻ കോലം മാറും. ഈ ചിന്ത ഉണ്ടായിരുന്നവർ, കള്ളു കുടിച്ചവരെന്നല്ല അതിന്റെ അർത്ഥം, അവർ കുടിച്ചിട്ടില്ല, തക്കം കിട്ടിയ ഞാൻ കുടിക്കുമെന്നവന്റെ മനസ്സിലുണ്ട്. വിചാരിച്ചിട്ടില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ സംഗതിക്കൊന്ന് ഒത്തുവന്നാൽ അവൻ ചെയ്യും എന്നവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നരകത്തിലേക്ക് പറഞ്ഞേക്കപ്പെടുന്ന എത്രയോ നിസ്കാരക്കാരും നോമ്പുകാരും നോമ്പുകാരികളും നിസ്കാരക്കാരികളും നാളെ എന്റെ ഉമ്മത്തികളിൽ നാളെ ഞാൻ തിരിച്ചറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത്ഭുതം പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ ഒരു അനുഭവം നബി തങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉസാമ അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞതിന്റെ ശേഷം നിങ്ങൾ അയാളെ കൊന്നോ ഉസാമ? നബിയേ, അയാള് ഞങ്ങളെ ഇങ്ങോട്ട് കൊല്ലാൻ വന്ന ആൾ,
ഞങ്ങളെ ശക്തി സംഭരിച്ച് അങ്ങോട്ട് നേരിട്ടപ്പോ അയാൾ ഉറപ്പിച്ചു തോൽക്കുമെന്ന് അങ്ങനെ പറഞ്ഞതാ. ഉസാമ അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്